ആർക്കായിരിക്കും? കഴിഞ്ഞ പ്രാവശ്യം വന്ന ചേട്ടനല്ലേ നമ്മളോട് സംസാരിച്ചത്. ആൾക്ക് മാറിയിട്ടില്ലേ? ഒരു മണിക്കൂറായി പൂജ തുടങ്ങിയിട്ട്. ഈ കുലദൈവത്തിനെ വെച്ച് ആദ്യം പൂജിച്ച് പ്രീതിപ്പെടുത്തും. അതിനുശേഷമാണ് വരണവർക്ക് ദർശനമുള്ളേ. ഓ, ചേട്ടനോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടോ അവര്? ഇന്നേ ഇനി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഒന്നും എന്റെ ശരീരത്തിൽ പറ്റാതിരിക്കാൻ ഒരു തകിട് പൂജിച്ച് തരാം, വീടിന്റെ മുമ്പിൽ കുഴിച്ചിടാന്ന് പറഞ്ഞു. അപ്പൊ ഒരു 4 മണിക്കൂർ ഇവിടെ നിൽക്കണം, പുറത്തുനിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം. തകിട് കിട്ടിയിട്ടേ എനിക്ക് പോകാൻ പറ്റൂ. ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ അന്നൊരു പൂജ കഴിഞ്ഞില്ലേ? അന്ന് മറ്റേ കോഴീനെ അറുത്തൂന്ന് പറയരുത്, അത് കുരുതി പൂജയാണ്. കുലദൈവത്തെ തൃപ്തിപ്പെടുത്തിപ്പോ രക്തമൊക്കെ കൊടുത്ത് പൂവും വെള്ളമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തി. നിങ്ങൾക്കുണ്ടായോ കോഴി കുരുതി ഉണ്ടായോ? അല്ല, എനിക്ക് വേറെ പൂജയാണല്ലോ. മുട്ടനാടായിരുന്നു. കറുത്ത മുട്ടനാടിനെ അറുത്തിട്ടാണ് ഞാൻ ചോര കൊടുത്ത് പ്രീതി നേടി. നിങ്ങളുടെ പൂജ റെഡി ആയിട്ടുണ്ട്. നീ ഞങ്ങളാണ് അല്ലേ? ഭാര്യ മാത്രം വന്നാൽ മതി. സിദ്ധനും ഭാര്യയും മാത്രമുള്ള പൂജയാണ്. അയ്യോ, അല്ല അപ്പൊ അങ്ങനെ ഒറ്റയ്ക്കാകുമ്പോ പേടിയാവില്ലേ? എനിക്ക് പേടിയില്ല. അല്ല, നിനക്കല്ലേ എനിക്ക്. എന്താ അവിടെ ഈ ചേട്ടനില്ലേ? ആ ചേട്ടന്റെ കൂടെ ഇരുന്നോ? 3 മണിക്കൂർ സമയം എടുക്കേ. ഒന്ന് പുറത്തൊക്കെ കറങ്ങിട്ട് വന്നോളൂ. അയ്യോ, ഇതില് പൈസ ഉണ്ടേ. എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ചേട്ടത് കണ്ടെത്തുള്ള ത്രാണി ഉണ്ടാവില്ല. അമ്മാതിരി പൂജ നടത്താം നമ്മളിവിടെ. അതെയോ? അതെ, സന്താന സൗഭാഗ്യം ഉറപ്പാണ്. എനിക്ക് അത് മതി സ്വാമി, എനിക്ക് അത് മതി. എന്താ അറിയോ, എന്റെ അമ്മ ഇവളെ പുച്ചിക്കാണേ മച്ചീന്ന് വിളിക്കുക. ചേട്ടനോ? ഇവളെ മച്ചീന്ന് വിളിക്കുമ്പോ ഞാൻ ആരാ മച്ചനായില്ലേ? അത് നമുക്ക് താങ്ങോ? എന്നാ വന്നോളൂ. അതെ, 2-3 മണിക്കൂർ പൂജ ഉണ്ടാവുന്നല്ലേ പറഞ്ഞേ? ഇരട്ട കുട്ടികളുണ്ടാവാനാ സാധ്യത കേട്ടോ. ഭഗവാനെ, എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതി. അതെ, സ്വാമി വെയിറ്റ് ഉണ്ടാവും, പൊക്കോളൂ. വരട്ടെ. പിടിക്കാൻ പോണു? അല്ല, നീ എന്റെ സമരം വിജയിക്കാനുള്ള പൂജയ്ക്ക് വേണ്ടി വരിക തോന്നുന്നു. അതൊക്കെ വരണേട്ട് മുമ്പ് നമ്മള് വന്നത് നന്നായി. തേങ്ങാക്കള്ള സത്യശീല, സത്യശീല, ശാസ്ത്രബോധം സിന്ദാബാദ്, ശാസ്ത്രബോധം സിന്ദാബാദ്, ശാസ്ത്രബോധം സിന്ദാബാദ്, ശാസ്ത്രബോധം സിന്ദാബാദ്. ഒന്നും ഉണ്ടായി നിൽക്കണേ. നിങ്ങൾ ഈ മുറ്റത്ത് വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ? അവിടെ സിദ്ധ പൂജ നടത്തല്ലേ? തേങ്ങാക്കള്ളനൊന്നുമല്ല, ഇല്ലാത്ത കാര്യം പറയല്ലേ. പേര് കേട്ട സിദ്ധനാണ്. ഞാനിപ്പോ ആ സിദ്ധം ഇവിടെ വന്നതിന് ശേഷം എന്റെ 1-2 കാര്യങ്ങൾ സാധിക്കാൻ വന്നു. പൂജ നടത്തി എല്ലാം സാധിച്ചു. ഇനി ഒരു പൂജയും കൂടി ഉണ്ട്, അതിനെ വന്നതാ ഞാൻ. നിങ്ങളെ പോലത്തുള്ള ആളുകളാണ് ഇവന്മാരെയൊക്കെ വളർത്തണതേ. അതെ, എടാ, പൂജന്റെ പേരിൽ ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് എനിക്കറിയോ? ഇവിടെ അങ്ങനെ ഒന്നും നടക്കില്ല. അതെ, നിങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ട. വിശ്വാസമുള്ളവർ വന്നോട്ടെ. അതിന് നിങ്ങളെന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ? വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ പല തോന്നിയവസവും നടക്കുന്നുണ്ട്. അതെ, എവിടെ എന്തെങ്കിലുമൊക്കെ നടന്നു എന്ന് കരുതിയിട്ട് എല്ലാ സിദ്ധന്മാരും അങ്ങനെയാണെന്ന് കരുതല്ലേ? ചേട്ടാ, ഒറ്റ പൂജയും കൂടി ഉള്ളൂ എന്റെ ഭാര്യയും സിദ്ധനുമായിട്ട്. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുട്ടികളായി. എനിക്ക് ഇനി ഇതിന് മെനക്കെടാൻ വയ്യ, അതുകൊണ്ടാണ്. നിങ്ങൾ പോണ്ട, നിങ്ങൾക്ക് പോലീസുകാരുടെ വണ്ടി പോവാം. വേണമെങ്കിൽ അതിനല്ല നിങ്ങൾ ഇവിടെ വന്നേ. പോലീസുകാരെ കൂടെ പോവാൻ
അയ്യോ സാറേ ഇന്നേക്ക് 41 ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു പോകും. സത്യം പറഞ്ഞാണ്ടല്ലോ ഇവനെയൊക്കെ പോലീസിന് കൊടുക്കല്ല വേണ്ടത്, നമ്മൾ നാട്ടുകാർ കൈകാര്യം ചെയ്യണം. ഇനി ഏവനെങ്കിലും ഇവിടെ അങ്ങനെ ഉണ്ടാവട്ടെ. ഈ തേങ്ങാക്കള്ളനെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ്. വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞ കേട്ടാ 40 ദിവസത്തിനകം പോലീസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കും. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പൊട്ടിത്തെറിയാൻ ശരിക്കും കിട്ടും. ഓ നാലാമത്തെ മാസത്തിൽ കുടിച്ച പാല് വരെ ഛർദിക്കുവാനാണ് പോലീസ് സ്റ്റേഷനിൽ. അല്ലാതെ ഇതിനൊക്കെ നമ്മൾ നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങിയാലേ നിർത്താൻ പറ്റുള്ളൂ. നിയമത്തിനൊന്നും ഒന്നും ചെയ്യാൻ സത്യം പറ്റില്ല. പറഞ്ഞാണ്ടല്ലോ നാടിനൊരു നന്മ ചെയ്തതിന്റെ ഒരു ഉണർവും ഒരു ഉഷാറും ഒക്കെ ഉണ്ട്. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭരണകൂടം കുറച്ച് കാര്യങ്ങൾ മുൻകൈ എടുക്കാനുണ്ട്. അതായത് ഇതിങ്ങനെയുള്ള അന്ധവിശ്വാസ നിരോധന നിയമമൊക്കെ കൊണ്ടുവരണം. ഒരു നിയമം വേണ്ട, നമ്മുടെ നാട്ടുകാർ കൈവച്ചാൽ മതി. ആ അതെ, കൈവയ്ക്കണതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മറന്നു, ഒന്ന് മുള്ളിട്ട് വരണം. ഇനി ഒരുത്തനെ ഇവിടെ വളരാൻ വിട്ടു. ഞാൻ ഇനി എഴുതാൻ പോകുന്നത് യുക്തിചിന്തയെ കുറിച്ചും ശാസ്ത്രബോധത്തെ കുറിച്ചുമാണ്. അപ്പൊ 5-60 വീട് വേണ്ടി വരും. അത് വേണ്ടി വരും. വിലാസിനി മന്മഥന്റെ വീട്. ആരാണ്? വിലാസിനി മന്മഥൻ. മന്മഥന്റെ ഭാര്യയല്ലേ? ആ എന്തേ? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ആ അതിന് വീട്ടിൽ പോണ്ട ആളിവിടെ ഉണ്ട്. അങ്ങനെ കൊരിയറിന് മൂത്ര വെച്ചിട്ടുണ്ടാ. കഴിഞ്ഞ് അതെ മറ്റവൻ കൊച്ചുണ്ടാകാൻ വന്ന് നിൽക്കുകയാണ്. ആൾക്കാരാണെന്ന് നോക്കണേ. എന്താ മോനെ? ഒരു കൊറിയർ ഉണ്ടായിരുന്നു. അതെ ഫോണിന്റെ വെയിറ്റ് ഇല്ല. ഇനി അത് വീട്ടിൽ പോയി പൊട്ടിക്കാം. എന്താന്ന് നോക്കാല്ലോ. നമുക്ക് കാണാലോ. ഇപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇതിന്റെ പേരിലേ നമ്മള് വായിക്കണ സാധനം തന്നെ കൃത്യമായിട്ട് വരുമോ എന്നുള്ളത് അറിയില്ല. അതാണ് അങ്ങനെയുണ്ട്. അവളെ എന്ത് കുന്താണോ വായിച്ചു. എവിടെ? മൊയ്തൂക്ക, ഇത് മറ്റേ വലംപിരി ശങ്കല്ലേ? സംഘാണ്. ആ മറ്റേ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയും അലമാരിൽ വെക്കണത്. എടാ TV പരസ്യം കണ്ടല്ലേ ഇത്? എന്താണ് മന്മഥ, ഇയാണിപ്പോ ശാസ്ത്രബോധത്തിന് നിയമം കൊണ്ടുവരണം പറഞ്ഞേ. ഈ നാട്ടിലൊന്നും അല്ല നിങ്ങൾ ഈ മറിമായം